കഴിഞ്ഞ ദിവസം നടന്ന RBIയുടെ മോണിറ്ററി കമ്മിറ്റി പോളിസി മീറ്റിങ്ങിൽ എടുത്തൊരു നല്ലൊരു ഡിസിഷൻ എന്ന് പറയുന്നത് ബാങ്ക് റേറ്റ്, അതായത് റിപ്പോ റേറ്റ് 6.5% നിന്നും 6.25%, അതായത് 0.25% കുറവ് വരുത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. ഫൈനലി അറ്റ്ലീസ്റ്റ് 0.25% എങ്കിലും RBI റിപ്പോ റേറ്റിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഒരു 0.5% മുതൽ 0.75% വരെയുള്ള റിപ്പോ റേറ്റ് കട്ടാണ്. എന്നാൽ 0.25% റിപ്പോ റേറ്റ് കട്ട് മാർക്കറ്റ് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് അതിനെ പോസിറ്റീവായിട്ട് പ്രതികരിക്കാതിരുന്നതും റിപ്പോ റേറ്റ് അനൗൺസ് ചെയ്യുന്ന ദിവസം മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചതും. എന്നാൽ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ കൂടുതൽ റേറ്റ് കട്ടുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് റിപ്പോ റേറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാധാരണയായിട്ട് ബാങ്കുകൾ അവർ ഷോർട്ട് ടൈം ഫൈനാൻസ് റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് RBIയിൽ നിന്ന് പണം കടമെടുക്കാറുണ്ട്. അത് സാധാരണയായിട്ട് അവർ ചെയ്യുന്നത്, അവർ ഹോൾഡ് ചെയ്യുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റീസ് RBIയിൽ പ്ലെഡ്ജ് ചെയ്തിട്ട് ഷോർട്ട് ടൈം ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് പണം കടമെടുക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് പണം കടം വാങ്ങുമ്പോൾ റിസർവ് ബാങ്ക് ഈ ബാങ്കുകൾക്ക് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. നിലവിൽ 6.5% ഉണ്ടായിരുന്ന റിപ്പോ റേറ്റ് 6.25% കുറയ്ക്കുമ്പോൾ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ റിസർവ് ബാങ്കിൽ നിന്ന് കടം വാങ്ങുന്ന പണത്തിന് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ അത് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ബെനിഫിഷ്യലാണ്. റിപ്പോ റേറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോ റേറ്റ് സാധാരണയായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ പണത്തിൻ്റെ ലഭ്യത അല്ലെങ്കിൽ ലിക്വിഡിറ്റി കൂടുമ്പോൾ സാധാരണയായിട്ട് റിസർവ് ബാങ്കുകൾ ഈ എക്സസ് ആയിട്ട് വരുന്ന ലിക്വിഡിറ്റി അബ്സോർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങുന്നു. ഇതേപോലെ ബാങ്കുകളിൽ നിന്ന് റിസർവ് ബാങ്ക് പണം കടം വാങ്ങുമ്പോൾ റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ റിപ്പോ റേറ്റ് കുറച്ചതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് റിപ്പോ റേറ്റിൽ വന്നിരിക്കുന്ന ഈ 0.25% കുറവ് അവരുടെ ഫൈനാൻസിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തെമ്പാടും നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ ഭൂരിഭാഗം ജനങ്ങളും ബാങ്കുകളിൽ നിന്നും പണം കടമെടുത്ത് അവരെ കാര്യങ്ങൾ നടത്തുന്ന ഒരു പ്രോസസ്സാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു വാഹനം വാങ്ങണമെങ്കിൽ പലപ്പോഴും നിങ്ങൾ ബാങ്കുകളിൽ നിന്നോ ഫൈനാൻസ് കമ്പനികളിൽ നിന്നോ ലോൺ എടുത്തിട്ടുണ്ടാവാം. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ലോൺ എടുത്തിരിക്കുന്നത് അവരെ ഹൗസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് ഹൗസിംഗ് ലോണാണ്. അപ്പോൾ ഈ റിപ്പോ റേറ്റ് കുറയുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നോർമലി ബാങ്കുകൾ ഈ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിലും കുറവ് വരും. 2019 മുതൽ ഈ ഹൗസിംഗ് ലോണിൻ്റെയും മറ്റും ഇൻട്രസ്റ്റ് റേറ്റ് റിപ്പോ റേറ്റുമായിട്ട് ലിങ്ക്ഡ് ആണ്. റിപ്പോ റേറ്റ് കൂടുന്ന ഒരു സാഹചര്യത്തിൽ ബാങ്കുകൾ നാച്ചുറലായിട്ട് ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൂട്ടുകയും, റിപ്പോ റേറ്റ് കുറയുന്ന ഒരു സാഹചര്യത്തിൽ ബാങ്കുകൾ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയും ചെയ്യുന്നു. നിലവിൽ റിപ്പോ റേറ്റിൽ വന്നിരിക്കുന്ന ഈ 0.25% ഇൻട്രസ്റ്റിൻ്റെ ബെനിഫിറ്റ് ഹൗസിംഗ് ലോണും അതേപോലെ റിപ്പോ റേറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ലോണുകൾ, അതായത് ഫ്ലോട്ടിംഗ് റേറ്റ് ലോണുകൾ എടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കും. നിങ്ങൾ മന്ത്ലി അടയ്ക്കേണ്ട EMI എമൗണ്ടിൽ കുറവ് വരും. അത് ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബാങ്കുകളിൽ നിന്നോ മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നോ ലോണുകൾ എടുത്തിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് ബെനിഫിഷ്യലാണ്. നിങ്ങൾ ആ ലോണുകൾക്ക് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ബേർഡൻ നാച്ചുറലായിട്ടും കുറഞ്ഞു വരും. മറ്റൊരു സൈഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ആളുകൾ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകളും മറ്റും നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളുണ്ട്. എസ്പെഷ്യലി സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തികൾ. നാച്ചുറലായിട്ടും RBI റിപ്പോ റേറ്റ് കുറയ്ക്കുമ്പോൾ ബാങ്കുകളും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾക്കിപ്പോൾ ബാങ്കുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിനോ മറ്റുമുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ 0.25% അതിൽ കൂടുതലോ ഒരു കുറവ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സാധാരണയായിട്ട് റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് കൂട്ടുന്ന ഒരു സാഹചര്യത്തിൽ
ഇപ്പോൾ 0.5% റിപ്പോ റേറ്റ് കൂട്ടിയാൽ പല സമയങ്ങളിലും ബാങ്കുകൾ RBI കൂട്ടിയിരിക്കുന്ന ആ 0.5% റിപ്പോ റേറ്റിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഡെപ്പോസിറ്റുകളിൽ നൽകാറില്ല. പക്ഷേ RBI റിപ്പോ റേറ്റ് കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ബാങ്കുകൾ സ്ട്രെയിറ്റ് ആയിട്ട് എത്ര പെർസെൻറ്റേജ് ആണോ റിപ്പോ റേറ്റിൽ കുറവ് വന്നിരിക്കുന്നത് അത് സാധാരണയായിട്ട് നോർമൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ ഇൻട്രസ്റ്റിൽ നിന്നും കുറവ് വരുത്താറുണ്ട്. ഡെപ്പോസിറ്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രോസസ്സാണ് അവർ ഫോളോ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ റേറ്റ് കൺട്രോളിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലും മറ്റു ഇക്കണോമിക് സിറ്റുവേഷൻസ് ഫേവറബിൾ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഇനി വരും കാലങ്ങളിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് കുറയ്ക്കുന്നതിനുള്ള ചാൻസുകളുണ്ട്. ബാങ്കുകളിലും മറ്റ് നിക്ഷേപങ്ങൾ നടത്തി അതിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ അവർ ബാങ്കുകളിൽ നിക്ഷേപം നടത്തുവാൻ ഉദ്ദേശിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ ഇപ്പോൾ നിങ്ങൾ ഹയർ റേറ്റിൽ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ RBI റേറ്റ് കട്ട് വരുത്തിയാലും നിങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിരിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് അതിന് മെച്യൂരിറ്റി പീരീഡ് വരെയും ഇൻട്രസ്റ്റ്, അതായത് ഇപ്പോൾ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് ലഭിക്കുന്നതാണ്. സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകളും അതേപോലെ ഗ്യാരണ്ടീഡും ഫിക്സഡ് ആയിട്ട് നിങ്ങൾക്കൊരു ഇൻകം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവർ സർപ്ലസ് ആയിട്ടുള്ള പണം അല്ലെങ്കിൽ അവർ ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന പണം ഇപ്പോൾ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളായിട്ട് ബുക്ക് ചെയ്ത് ഹയർ റേറ്റ് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ RBI റേറ്റ് കട്ട് കൊണ്ടുവന്നാൽ തന്നെയും അവരെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ അത് അഫക്റ്റ് ചെയ്യില്ല. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFD നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയാകും. നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഏതെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് സ്കീമുകൾ എന്നറിയപ്പെടുന്ന സ്മോൾ സേവിംഗ് സ്കീമുകളുടെ ഇൻട്രസ്റ്റ് റേറ്റിലും RBI വരുത്തിയിരിക്കുന്ന റിപ്പോ റേറ്റ് ചേഞ്ചസിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. സാധാരണയായിട്ട് പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് സ്കീമുകളിൽ ഓരോ ക്വാർട്ടറിലുമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. സേവിങ്സ് ഡെപ്പോസിറ്റ് സ്കീമുകളിലെ ഇൻട്രസ്റ്റ് റേറ്റ് റീഫിക്സ് ചെയ്യുന്ന നെക്സ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31 മാർച്ച് 2025 എന്തായാലും അടുത്ത ക്വാർട്ടറിലേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 0.25% വീതം കുറയാനായിട്ടുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. ഇതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാനത് ആദ്യം പറയുന്ന ഒരു കാര്യമാണ് പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് സ്കീമുകൾ അല്ലെങ്കിൽ സ്മോൾ സേവിങ് ഡെപ്പോസിറ്റ് സ്കീമുകൾ. അപ്പം മറ്റുള്ള ബാങ്ക് ഡെപ്പോസിറ്റുകളെയോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്യാരണ്ടീഡ് ആയിട്ട് ഇൻകം കിട്ടുന്ന ഡെപ്പോസിറ്റുകളെയോ കമ്പയർ ചെയ്യുമ്പോൾ ഹയർ റേറ്റിലുള്ള ഇൻട്രസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് സ്കീമുകൾക്ക് ലഭിക്കാറുണ്ട്. എസ്പെഷ്യലി സീനിയർ സിറ്റിസൺ സ്കീമിൽ 8.2%, 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ നടത്തുന്ന സുകന്യ സമൃദ്ധി എന്ന് പറയുന്ന നിക്ഷേപങ്ങൾക്ക് 8.2%, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റിന് 4%, 1 വർഷം വരെയുള്ള ടേം ഡെപ്പോസിറ്റിന് 6.9%, 2 വർഷം വരെയുള്ള ടേം ഡെപ്പോസിറ്റിന് 7%, 3 വർഷം വരെയുള്ള ടേം ഡെപ്പോസിറ്റിന് 7.1%, 5 വർഷം മെച്യൂരിറ്റി പീരീഡുള്ള ടേം ഡെപ്പോസിറ്റിന് 7.5%, റെക്കറിംഗ് ഡെപ്പോസിറ്റ് വളരെ പോപ്പുലർ ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു ഡെപ്പോസിറ്റ് സ്കീമാണ് പോസ്റ്റ് ഓഫീസ് RD, അതിൽ 6.7%, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് 7.1%. ഈ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ പല വീഡിയോകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് റിട്ടേൺസ് കിട്ടുന്ന, ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന, അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റിന് 100% ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു നല്ലൊരു ഡെപ്പോസിറ്റ് സ്കീമാണ് PPF. അതിന് 7.1% ഇപ്പോൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. ഈ സ്മോൾ സേവിങ് ഡെപ്പോസിറ്റ് സ്കീമുകളിൽ തന്നെ സീനിയർ സിറ്റിസൺ സ്കീമും അതേപോലെ സുകന്യ സമൃദ്ധി സ്കീമും ഒഴിച്ച് നിർത്തിയാൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്ന് പറയുന്നത് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് ആണ്. 7.1% ഇൻട്രസ്റ്റ് 5 വർഷത്തേന് നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടാതെ തന്നെ ടാക്സ് ബെനിഫിറ്റും
ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. കിസാൻ വികാസ് പത്ര നമ്മുടെ പണം ഇരട്ടിപ്പിക്കുന്ന പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു ഡെപ്പോസിറ്റ് സ്കീമാണ്. 7.5% അതിൽ ഇൻട്രസ്റ്റ് ലഭിക്കുക. 115 മാസങ്ങൾ കൊണ്ട് നിങ്ങൾ നടത്തിയിരിക്കുന്ന നിക്ഷേപം ഡബിൾ ആകും. അതായത് 1 ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ 115 മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് 2 ലക്ഷം രൂപ തിരിച്ച് കിട്ടുന്ന സ്മോൾ സേവിങ്സ് സ്കീമാണ് കിസാൻ വികാസ് പത്ര. 2023 ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്ത മറ്റൊരു സ്കീമാണ്. ഇത് മഹിളകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്കീമാണ്. മഹിളാ സമ്മാൻ പദ്ധതി. ഇതിലും 7.5% ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. അന്ന് ഈ സ്കീം ലോഞ്ച് ചെയ്ത സമയത്ത് ഇത് 31 മാർച്ച് 2025 വരെയാണ് ഈ സ്കീം നിലവിലുള്ളൂ എന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ സ്കീം എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. ഇൻട്രസ്റ്റ് റേറ്റ് കുറയാൻ സാധ്യതയുള്ള മറ്റൊരു ഡെപ്പോസിറ്റ് സ്കീമാണ് RBIയുടെ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകൾ. സാധാരണയായിട്ട് RBI ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ലിങ്ക് ചെയ്തിരിക്കുന്നത് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റും അതിൻ്റെ കൂടുതൽ 0.35% എക്സ്ട്രയും ചേർത്തിട്ടാണ് സാധാരണയായിട്ട് RBI ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ RBI ഫ്ലോട്ടിംഗ് റേറ്റിൽ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് 8.05% ആണ്. തീർച്ചയായിട്ടും നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ RBI ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. നിങ്ങൾ ഫിക്സഡ് ആയിട്ടും അതേപോലെ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇൻകം ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊരു അവസരമാണ്. ഫ്യൂച്ചറിലേക്ക് കൂടുതൽ റേറ്റ് കട്ടുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റിലും കുറവ് വരാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബോണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് ഗവൺമെൻറ് ബോണ്ട് ആകാം, അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലുള്ള സ്ഥാപനങ്ങൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ബോണ്ടുകളോ, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലുള്ള സ്ഥാപനങ്ങൾ ഇഷ്യൂ ചെയ്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ബോണ്ടുകളിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ചേഞ്ചസുകൾ അനുസരിച്ച് ബോണ്ടിൻ്റെ പ്രൈസിലും ചേഞ്ചുകൾ വരാം. ഇൻട്രസ്റ്റ് റേറ്റും ബോണ്ടിൻ്റെ പ്രൈസും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷനാണുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് ബോണ്ടിൻ്റെ പ്രൈസ് കുറയും, അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് ബോണ്ടിൻ്റെ പ്രൈസ് കൂടുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ റീസെൻ്റായിട്ട് RBI അനൗൺസ് ചെയ്ത 0.25% റേറ്റ് കട്ട് ഈ ബോണ്ടുകളുടെ പ്രൈസിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിരുന്നത്. നോർമലായിട്ടുള്ള തിയറി അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സാഹചര്യത്തിൽ ബോണ്ടിൻ്റെ പ്രൈസുകൾ കൂടേണ്ടതാണ്. പക്ഷേ മാർക്കറ്റ് ഓൾറെഡി ഇത് ഡിസ്കൗണ്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. അത് കാരണത്താലാണ് പല ബോണ്ട് ഫണ്ടുകളുടെയും പ്രൈസ് കൂടിയിട്ടില്ല, ഗവൺമെൻറ് സെക്യൂരിറ്റികളുടെ പ്രൈസ് കൂടിയിട്ടില്ല. അതോടൊപ്പം തന്നെ PSU ബോണ്ടുകളുടെയും മറ്റും പ്രൈസ് താഴോട്ട് വരികയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വരും കാലങ്ങളിൽ RBI പുതിയ റേറ്റ് കട്ടുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ബോണ്ട് ഫണ്ടുകളിലും അതേപോലെ തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റികളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് നാച്ചുറലായിട്ടും ആ ബോണ്ടിൻ്റെ പ്രൈസിൽ ഇൻക്രീസ് വരികയും മ്യൂച്വൽ ഫണ്ടുകൾ അത് റിലേറ്റഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെ NAV കൂടുകയും കൂടുതൽ ബെനിഫിറ്റുകൾ ഉണ്ടാകുകയും ചെയ്യാം. ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ബോണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഇതേപോലെയുള്ള മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അവർക്ക് എളുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കാവുന്ന ഇക്വിറ്റി സ്കീമുകളിലുള്ള നിക്ഷേപങ്ങളാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ അലോക്കേഷനിൽ തീർച്ചയായിട്ടും ഒരു പോർഷൻ ഇതേപോലെയുള്ള ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലോ ബോണ്ട് ഫണ്ടുകളിലോ നിക്ഷേപം നടത്തേണ്ടതുണ്ട്. സാധാരണ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടോ അല്ലെങ്കിൽ ബോണ്ട് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന മറ്റുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളോ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള 1200ഓളം വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.